ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കേരച്ചൂര അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേരച്ചൂര കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ ഫിഷ് മസാല, ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അടുത്ത റൗണ്ട് കൂടി നമുക്ക് ഫ്രൈ ചെയ്യാൻ വെക്കാം. മീനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് വേണം എടുക്കാൻ. വെളുത്തുള്ളി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ അച്ചാറിൽ കിടക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വെളുത്തുള്ളി എടുത്തത്. നിങ്ങൾക്ക് എങ്ങനെയാണോ അതനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇനി അതേ ചട്ടിയിൽ തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മീനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ ഇവിടെ കേരച്ചൂര അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.